Me Marina Joby. Again, welcome back to Soren Spicy. Soren Spicy പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും കാണാൻ നല്ല ഭംഗിയുള്ളതുമായിട്ടുള്ള ഒരു വെള്ള ക്യാരറ്റ് മാങ്ങ അച്ചാറാണ്. വെള്ള ക്യാരറ്റ് മാങ്ങ അച്ചാർ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തോട്ട് മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. സാധാരണ അച്ചാറിനെ പോലെ തന്നെ നമ്മൾ മുളക് പൊടി ഉപയോഗിക്കാതെ നമ്മൾ ഇതിനകത്തോട്ട് മൊത്തം പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചെറിയൊരു വെള്ള കളർ പോലെ ആ മാങ്ങയുടെയും ക്യാരറ്റിൻ്റെയും അതേ കളറിൽ തന്നെയായിരിക്കും അച്ചാർ ഉണ്ടാവുക. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് മാങ്ങ അച്ചാർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു 300 ഗ്രാം ക്യാരറ്റ് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 300 ഗ്രാം മാങ്ങ ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിവിടെ രണ്ടും ഒരേ ക്വാണ്ടിറ്റിയിലാണ് എടുത്തിരിക്കുന്നത്. രണ്ടും അരിഞ്ഞതിന് ശേഷം വെയിറ്റ് നോക്കിയപ്പോൾ ഉള്ള വെയിറ്റാണ് 300 ഗ്രാം. ഈ അച്ചാറിന് വേണ്ടിയിട്ട് നമ്മൾ നീളത്തിലാണ് രണ്ടും അരിഞ്ഞെടുക്കുക. അതേപോലെ ഒരേ ക്വാണ്ടിറ്റിയിലും നമുക്കിത് എടുക്കണം. പിന്നെ ഞാനൊരു 100 ഗ്രാം വെളുത്തുള്ളി ഇതേപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു വലിയ പീസ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 6 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാനൊരു 6 എടുത്തിരിക്കുന്നത്. പച്ചമുളക് നമുക്ക് നീളത്തിൽ തന്നെ കീറിയെടുക്കണം. പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. 1.5 ടീസ്പൂൺ കടുക് വേണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി വേണം. പിന്നെ 1 ടീസ്പൂൺ കായപ്പൊടിയും വേണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ വിനാഗിരിയാണ്. മാങ്ങയ്ക്ക് അധികം പുളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരിയുടെ അളവ് കൂട്ടി കൊടുക്കാം. അപ്പോൾ മാങ്ങയുടെ പുളി അനുസരിച്ച് നിങ്ങൾ വിനാഗിരിയുടെ അളവിൽ വേരിയേഷൻ വരുത്തുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെയാണ് ക്യാരറ്റ് മാങ്ങ അച്ചാർ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അച്ചാർ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാൻ ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് കംപ്ലീറ്റ് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് വഴറ്റി കൊടുക്കുക. കൂടെ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തീ കുറച്ചിട്ടിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം മൂത്ത് വരുന്നത് നമുക്ക് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ട് എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അച്ചാറിന് വെള്ള കളറാണ് വേണ്ടതെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണോളം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അച്ചാറിന് ഒരു ചെറിയൊരു മഞ്ഞ കളർ ഉണ്ടാവും. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം മഞ്ഞൾപ്പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കായപ്പൊടിയും ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി, കായപ്പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം. വിനാഗിരി മാങ്ങയുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അധികം പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ കുറച്ചധികം വിനാഗിരി ചേർത്ത് കൊടുക്കുക. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ അതിനനുസരിച്ച് കുറവ് വരുത്തുക. ഈ മാങ്ങയ്ക്ക് അധികം പുളിയില്ല, അപ്പം ഞാനൊരു 3/4 കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട് ഒരു 1/4 കപ്പ് തിളപ്പിച്ചാറ്റിയ വെള്ളം കൂടി ഒഴിക്കുകയാണ്. കുറച്ച് അച്ചാറിനൊരു ഗ്രേവി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനൊരു 1/4 കപ്പ് തിളപ്പിച്ചാറ്റിയ വെള്ളം കൂടി ഒഴിച്ചു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ക്യാരറ്റിനും മാങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതേ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും മാങ്ങയും ചേർത്ത് കൊടുക്കാം.
ഒപ്പം തന്നെ മാങ്ങയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അധികം ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് തള വന്നാൽ മതി. അപ്പം നമുക്ക് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമ്മൾ അധികം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒന്ന് വെന്ത് ഉടഞ്ഞു പോവും. പിന്നെ നമ്മൾ ഇത് ഇരിക്കും തോറും ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരും. അപ്പോൾ നമ്മളിപ്പോൾ നന്നായിട്ട് വേവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇത് കുഴഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ അച്ചാർ പെട്ടെന്ന് ചീത്തയാവുകയും ചെയ്യും. ഇതാകുമ്പോൾ ഒരു ചെറിയൊരു ക്രഞ്ചിനെസ് ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് കുറച്ച് നാൾ കൂടുതൽ വെക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇത് ജസ്റ്റ് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വെക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടില്ലേ എത്ര പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി എടുത്തതെന്ന്. കാണാൻ നല്ല ഭംഗിയുള്ളതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.